രാജ്യം തകർന്നടിഞ്ഞാലും അധികാര കസേരയിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറാകാത്ത ഭരണാധികാരികളെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസിന്റെ അവസ്ഥ അങ്ങനെയാണ്. തന്നെ ചുറ്റിപ്പറ്റി എത്ര സർക്കാരുകൾ തകർന്നാലും പടിയിറങ്ങാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കമല്ല. ഇതിനോടകം 5 പ്രധാനമന്ത്രിമാർ രാജിവെച്ചു. ഒടുവിൽ രാജിവെച്ച സെബാസ്റ്റ്യൻ ലെകോർനുവിനെ വീണ്ടും നിയമിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് മാക്രോൺ. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിച്ച് എത്ര നാൾ മാക്രോണിന് മുന്നോട്ടു പോകാനാകും? എന്തായിരിക്കും മാക്രോണിന്റെ മനസ്സിൽ? രാജിവെച്ച ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അധികാരമേറ്റ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെകോർനുവിന്റെ നാടകീയമായ തിരിച്ചുവരവാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തെ ഞെട്ടിച്ചത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഫ്രാൻസിന്റെ നിലവിലെ പാർലമെന്ററി പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള തീവ്രമായ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് സംഭവിച്ചിരിക്കുന്നത്. തുടർച്ചയായ രാജി പുനർനിയമനത്തിലൂടെ മാക്രോൺ ഭരണകൂടം പാർലമെന്ററി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ നീക്കം ഫ്രാൻസിലെ ഭിന്നിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. വിവിധ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാലാണ് ലെകോർനു രാജിവെച്ചത്. എന്നാൽ തന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നതിന്റെ ലിസ്റ്റ് പ്രസിഡന്റ് മാക്രോണിന് സമർപ്പിച്ചു. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും മാക്രോണിന്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തോട് അടുപ്പമുള്ളവരോ ആയിരുന്നു. പക്ഷേ ആവശ്യമായ മാറ്റങ്ങളോ പുതിയ പാർട്ടികളെ ഉൾപ്പെടുത്തിയുള്ള വിപുലീകരണമോ മുന്നോട്ട് വയ്ക്കാനാവില്ല. ഇതോടെ പാർലമെന്റിൽ പരസ്യമായി വോട്ടെടുപ്പ് നടന്ന് നാണം കെട്ട് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ലെകോർനു സ്വയം രാജി സമർപ്പിച്ച് പദവി ഉപേക്ഷിച്ചു. വീണ്ടും പ്രധാനമന്ത്രി പദവിയേറ്റെടുത്ത ലെകോർനു താനൊരു ശക്തനായ സ്വതന്ത്രനായ പ്രധാനമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കാനും ശ്രമിച്ചു. തനിക്ക് പ്രസിഡന്റിന്റെ അജണ്ടയില്ല, പകരം ഇതൊരു മിഷൻ ഗവൺമെന്റ് ആയിരിക്കും. വർഷാവസാനത്തോടെ ബജറ്റ് പാസാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രഥമ ദൗത്യമെന്നും ലെകോർനു ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാക്രോൺ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. 3 വർഷത്തിനുള്ളിൽ ഇത് 6ാമത്തെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ മാക്രോൺ രാജിവെക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനില്ലെന്നതും വസ്തുതയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ലെകോർനു മുന്നോട്ട് വെക്കുന്ന ഏത് സർക്കാരിനെയും അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കുക എന്നതാണ്. ഇതിനായി അവർക്ക് സ്വന്തം സീറ്റുകൾ വരെ പണയം വെക്കേണ്ടി വരും. അതോടെ ഈ നാടകീയ രംഗങ്ങൾക്ക് വിരാമമിട്ട് പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാക്രോൺ നിർബന്ധിതനാകും. എന്തായാലും ലെകോർനു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിലൂടെ ഫ്രാൻസിന് ഒരു ബജറ്റ് നൽകാൻ സാധിക്കുമോ? അതോ ഈ രാഷ്ട്രീയ നാടകം കൂടുതൽ അസ്ഥിരതയിലേക്ക് രാജ്യത്തെ നയിക്കുമോ? കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും.